ഇതിപ്പോൾ നമ്മൾ ഇത്രയും വലിപ്പമുള്ള പിന്നെ ജബോട്ടിക്ക സബാറ വെറൈറ്റി നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജാഫർ ബാബു JB ഗാർഡൻ ഇത് നമ്മൾ ജബോട്ടിക്ക സബാറ വെറൈറ്റി ഇവിടെ ഒരു 10 മരമുണ്ട്. അപ്പോൾ അതൊന്നും കാഴ്ചയില്ല. ഇപ്പോൾ ഇതുവരെ കാഴ്ചയില്ല. അത് ഒരുപാട് പഴക്കമുള്ള മരമാണ്. കാരണം സാധാരണ പറല് 20 വർഷം കൊണ്ടാണ് ജബോട്ടിക്ക അത് സബാറൊക്കെ കായ്ക്കാന്ന്. ഇത് 20 വർഷത്തിനൊക്കെ മേലെ കഴിഞ്ഞതാണ്. പിന്നെ ഒരു ന്യൂനത ഉള്ളത് ഇതിന് അടുത്ത് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രശ്നം തന്നെയാണ്. അതൊക്കെ അത് പറിച്ചു വെക്കാന്നാണ് അയാൾ പറഞ്ഞത്. നമ്മളെ സുഹൃത്തിൻ്റെ വീടാണ്. അപ്പോൾ ആൾ മൂപ്പര് അത് പറഞ്ഞത് കവുങ്ങൊക്കെ പറിച്ചു വെക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തേക്കിൻ്റെ 2-3 മരമുണ്ട്, അതൊക്കെ വെട്ടണം. അപ്പോൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ തൽക്കാലം നമ്മളെ ഗ്രോത്ത് ബൂസ്റ്റർ ആയിട്ട് ഇത് എങ്ങനെ കായ്പ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് ബൂസ്റ്റർ ഒന്ന് അടിച്ചു വെക്കാം. എന്തായാലും 100% കായ്ക്കും നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കായ്ച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ 12 ലിറ്റർ വെള്ളമാണ് ഇതിൽ ചേർത്തത്. അതിനാണ് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓരോ സാധനത്തിനും വേറെ വേറെ വ്യത്യാസം ഉണ്ടാവും. അതിന് നമ്മൾ 5 മില്ലി 4 മില്ലി 5 മില്ലി അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇത് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഗ്രോത്ത് ബൂസ്റ്ററാണ് ഇപ്പോൾ നമ്മൾ അടിക്കണത്. എംസിൻ്റെ നമ്മൾ ഗ്രോത്ത് ബൂസ്റ്റർ ഇപ്പോൾ നമ്മൾ ഇതിന് അടിച്ചു കൊടുക്കുകയാണ്. എന്തായാലും അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു വട്ടം അടിച്ച് പറ്റില്ല. നമ്മൾ 4-5 പ്രാവശ്യം അടിക്കണം എന്തായാലും. അപ്പോൾ ഫസ്റ്റിലെ ടൈം ഇപ്പോൾ നമ്മൾ അടിക്കുകയാണിത്. ഇപ്പോൾ മഴയുള്ള സമയത്തും അടിക്കാതെ, മഴ പെയ്തപ്പോൾ മഴ ഇല്ലാത്ത സമയമാണ്. വെള്ളം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഈ ചെടി ഇത് കംപ്ലീറ്റ് വലിച്ചെടുക്കും. ഈ നമ്മൾ അടിക്കുന്ന ഗ്രോത്ത് ബൂസ്റ്റർ കംപ്ലീറ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് വലിച്ചെടുക്കും. അതാണ് ഗ്രോത്ത് ബൂസ്റ്റർ പിന്നെ പവറാണത്. 5 മിനിറ്റ് കൊണ്ട് ഇത് ചെടി വലിച്ചെടുക്കും. ഇഷ്ടമുള്ളൊരു സാധനം ആയതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും വലിപ്പമുള്ള പിന്നെ ജബോട്ടിക്ക സബാറ വെറൈറ്റി നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഉണ്ടാവില്ല എന്നില്ല എന്നാണ് ഞാൻ പല സ്ഥലത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ഇത്രമാത്രം വലിപ്പമുള്ള ഇത്രയും മണ്ണുള്ള ഇത് എത്രയോ കാലം മുമ്പ് ഒരു വെച്ചതാണിത്. പക്ഷേ ഇതുവരെ കായ്ച്ചില്ലത്. അപ്പോൾ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് അഗ്രോ ഗ്രോത്ത് ബൂസ്റ്റർ നമ്മൾ അടിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ജബോട്ടിക്കാവൻ്റെ വലുപ്പം. അതായത് വലുപ്പം ഒന്ന് കാണിച്ചു കൊടുക്കുക. അതാണ്ട അത്രയും വലുപ്പമാണ് ഇതിൻ്റെ. ഒരു എന്താന്ന് പറയുക അത്രമാത്രം പടർന്നു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ ബ്രസീലൊക്കെ പിന്നെ എന്താണ് പറയുക വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അത്രമാത്രം വലിയ മരം അത്. ഇപ്പോൾ ശരിക്കും കാഴ്ച നല്ല രസക്കാരം. ഇതിന് ഒരു ന്യൂനത ഇതിനുള്ളത് ഇതിൻ്റെ അടുത്തൊക്കെ ഒരു അറിയാതെ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പറിച്ചു വെക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പിന്നെ പറിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേക്ക് മരം വട്ടാണ്ട് വെയിലുള്ള ശരിക്കും അടിക്കണം, എന്നാലാണ് ഇത് കായ്ക്കുക. ഇതിപ്പോൾ ചാമ്പയുടെ മരമാണിത്, ചാമ്പ. ഈ ചാമ്പക്കൊക്കെ നമുക്ക് ഈ ഗ്രോത്ത് ബൂസ്റ്റർ പിന്നെ അഗ്രോ ഗ്രോത്ത് ബൂസ്റ്റർ അടിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതങ്ങോട്ട് കറുത്തുണ്ട്. അതിൻ്റെ ആ വളം വലിച്ചെടുക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 24 മണിക്കൂർ മതി. ഇത് 24 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ആർക്കും ഒരു പരീക്ഷണം നടത്താം. 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് ഇതിന് കിട്ടും. അത്രയും ഒരു ഇതാണിത്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേറെ ഒന്നും ഇതിന് പടില്ല. നിലത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നിലത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊന്ന് സ്പ്രേ ചെയ്യലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അത് ഇപ്പോൾ തീറ്റിപ്പുല്ലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തീറ്റിപ്പുല്ലാണ്. ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ തീറ്റിപ്പുല്ലിനൊക്കെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വളരുകയാണെങ്കിൽ ഇതൊക്കെ വളർന്നാൽ ഇത് നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അത്രമാത്രം പിന്നെ റിസൾട്ട് ഉള്ളതാണ്. പിന്നെ ഈ ബൂസ്റ്റർ ഇപ്പോൾ അത് അത്ര റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ തീറ്റിപ്പുല്ലിനെ അടിക്കുക, നെല്ലിനെ അടിക്കുക. ഈ തീറ്റിപ്പുല്ലിനൊക്കെ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീറ്റിപ്പുല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ആ വളം ചെയ്ത് കൊടുക്കേണ്ട കൂടെ ഈ അഗ്രോ ഗ്രോത്ത് ബൂസ്റ്റർ അടിക്കുമ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ചെനപ്പ് മോനം പൊട്ടിയുണ്ടാവും. ചെനപ്പ് പൊട്ടുമ്പോൾ അത് പിന്നെ ശരിക്കും നീളം ഉണ്ടായി കഴിഞ്ഞാൽ വീണ് പോകില്ല. അതുപോലെ ഒരു ഏക്കറിൽ ഉണ്ടാക്കണം നമുക്കൊരു 10 സെൻറ്റിൽ ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ. അപ്പോൾ ഒരു ഏക്കറിൽ വിളവ് 10 സെൻറ്റിൽ കിട്ടും. ബൂസ്റ്റർ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു വലിയ തോട്ടമാണിത്. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് സത്യത്തിൽ ഇതിൻ്റെ നമ്മുടെ കൂട്ടുകാരുണ്ട്. ഉള്ളിലെ ഒരു വീട്ടിൽ ഈ പിന്നെ ഇതിൻ്റെ തോട്ടം കാണാൻ വേണ്ടി അവൾ വന്ന സമയത്ത് അപ്പോൾ അവിടെ നിന്നാണ് ജബോട്ടിക്കാണ്. സത്യത്തിൽ പിന്നെ അവർക്ക് ഇതിനെപ്പറ്റി അത്രമാത്രം അറിയില്ല. അപ്പോൾ ഇതിന് അതിൻ്റെ അടുത്താണ് ഈ കവുങ്ങൊക്കെ വെച്ചതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ഇതാക്കാത്തത്. അപ്പോൾ നമ്മളിതൊന്ന് ബൂസ്റ്റർ അടുപ്പിച്ചിട്ട് കായ്പ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അപ്പോൾ ഈ ബൂസ്റ്റർ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത്തെ ഇതിൻ്റെ ഇത് ഓൺലൈൻ ആൾക്കാർ ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഓൺലൈനായിട്ട് അവർക്ക് കമ്പനിക്ക് ഓൺലൈനായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് നമ്മൾ വെമ്പായത്ത്
പിന്നെ ഈ ഫോറസ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കോഴിക്കോട് ഇതിൻ്റെ ഹെഡ് ഓഫീസ് കോഴിക്കോടാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അവിടെ നിന്ന് വാങ്ങാം. അതല്ലെങ്കിൽ നമ്മളിത് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതേ വിലക്ക് തന്നെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അതേ വിലക്ക് തന്നെ നമ്മൾ പിന്നെ അത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കണ്ടായില്ല, നമ്പറിൽ വിളിച്ചാൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എല്ലാ ഫ്രൂട്ട്സ് ഇപ്പോൾ റംബുട്ടാനൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് അതിനൊന്നും നമ്മൾ മരുന്ന് അടിച്ചിട്ടൊന്നുമില്ല. അതല്ല നമ്മൾ റംബുട്ടാനൊക്കെ ഇതിൻ്റെ ഇതുപോലുള്ള റംബുട്ടാൻ ഇതിൻ്റെ ഡബിൾ ഉണ്ടാവാൻ ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രോത്ത് ബൂസ്റ്റർ. നെല്ലിന്, പുല്ല്, അതേമാതിരി തെങ്ങ് എന്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. തെങ്ങിനൊക്കെ നമുക്ക് നിലത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തേങ്ങ നല്ല വളവ് ഉണ്ടാവും. പിന്നെ അതിൽ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി കൂട്ടാണ്ട് തെങ്ങിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ഗുണങ്ങളുള്ളൊരു പിന്നെ ഇതാണ് ഈ നമ്മുടെ ഗ്രോത്ത് ബൂസ്റ്റർ. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സങ്കടം ഉണ്ടാവില്ല, ഏതും നമുക്ക് പിന്നെ ഒരു സങ്കടം ഇല്ലാതെ കായ്പ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഉണ്ടായാലും നമ്മൾക്ക് ഒരു മരം കുഴിച്ചിട്ട് അത് കായ്ക്കാത്തൊരു സങ്കടം ഉണ്ടാവില്ല. അതൊരിക്കലും ബൂസ്റ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് കായ്പ്പിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ അടിച്ചത് എന്താ അറിയോ, നിങ്ങൾ ഒരു പ്രാവശ്യം അടിച്ചാൽ പറ്റും. ഇത് കെമിക്കലല്ല, 100% ഓർഗാനിക്. അത് നമ്മൾ കുടിച്ച് കാണിച്ചു കൊടുക്കണതാണ്. പക്ഷേ അത് കുടിച്ചാലുള്ളതൊന്നുമല്ല, കുടിക്കാനുള്ളതല്ല. നമ്മൾ ഓർഗാനിക് ആണെന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ 8 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ 8-ാം ദിവസം നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ഒന്നുകൂടി സ്പ്രേ ചെയ്ത് ഒരു 4 മാസം ആകുമ്പോഴേക്കും എന്തായാലും ഇത് പൂടും നമുക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടാൽ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ ഈ പ്ലാന്റേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് നോക്കി നടത്താനുള്ള പരിപാടി. ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല, മരുന്നടിക്കാൻ, അതുപോലെ വളം ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായ പിന്നെ ഒരു ഇതുണ്ടാവും മാത്രം. അപ്പോൾ സർവീസ് ചാർജ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നമ്മൾ വന്നിട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക, അതുപോലെ നോക്കി നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യും. അതിനൊക്കെ പറ്റും. വളം ചെയ്യാനും കൊല്ലത്തിൽ അത് പിന്നെ എന്താണ് മാസത്തിലൊക്കെ വന്നിട്ട് നോക്കാൻ അതിനൊക്കെ നമ്മൾ ഇതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിൽ പറമ്പിൽ നമുക്ക് ഒരു തോട്ടം നിർമ്മിക്കാനോ അതല്ലെങ്കിൽ പുതിയ വീട് വെച്ചാൽ അവിടെ തോട്ടം ഉണ്ടാക്കാനോ, ഇനി അതെല്ലാം വെറുതെ കാലിയായി കിടക്കുന്ന പറമ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെ തോട്ടം സെറ്റ് ചെയ്യാനോ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ബൈ.